എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാടുകളാണ്. കാടിനകത്ത് പോകാൻ തന്നെ ഒരു പ്രത്യേക മൂഡാണ്. ഞാൻ സ്വതവേ ഈ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പറമ്പിക്കുളത്ത് ഷൂട്ടിങ്ങിന് വേണ്ടിയായിരുന്നു. അവിടെ ഞാൻ താമസിച്ചിരുന്നതും ഒരു ഏറുമാടത്തിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അവിടെ ഏറുമാടത്തിൻ്റെ മുകളിൽ താമസിച്ചപ്പോൾ അവിടുത്തെ എനിക്കന്നൊരു മാരുതി സെൻ കാറായിരുന്നു. അപ്പോൾ ഈ കാറ് കൊണ്ടിട്ടപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസേഴ്സ് സാറൊക്കെ പറഞ്ഞു, മണി കാറ് ഇവിടെ ഇടണ്ട, കാറ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആനയൊക്കെ വന്നിട്ട് ഇറങ്ങി സൈഡൊക്കെ കുറച്ചിട്ടു, അതുകൊണ്ട് വണ്ടി നീക്കിയിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ നീക്കിയിടാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ താമസിക്കുന്ന ഏറുമാടം, ആ ഏറുമാടത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അല്ലാതെ വേറൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം കറണ്ട് പോകും. അപ്പോൾ എൻ്റെ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, കൂടെയുള്ള അസിസ്റ്റൻറ്റ് പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ആ സ്വിച്ച് മാത്രമേ ഇടാവൂ, മറ്റേ സ്വിച്ച് ഇടരുത്, കാടാണ്, കറണ്ട് പോയാൽ മൊത്തം പെട്ടുപോകും. നമ്മൾ ഏറുമാടത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന ആന ഇറങ്ങണ സ്ഥലമാണ്. അപ്പോൾ കരടി കയറാതിരിക്കാൻ വേണ്ടി സാധാരണ കരടികളൊന്നും ചെറിയ മരത്തിൽ കയറില്ല. കാരണം കരടിയുടെ കൈ ഒരിക്കലും ഇങ്ങനെ കൂടില്ല, കരടിയുടെ കൈ ഇങ്ങനെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് വലിയ ഈ തേക്ക് മരത്തിലാണ് ഈ ഏറുമാടം കെട്ടിയിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ആ ഡോറ് തുറന്ന് ഇവൻ റൂമിൻ്റെ ചാവി എടുക്കാൻ വേണ്ടി തുറന്നിട്ട് ഡോർ അടച്ചപ്പോൾ കാറിൻ്റെ ചാവിയും ഡോറിൻ്റെ ചാവിയൊക്കെ അതിനകത്ത് തന്നെയായി. അപ്പോൾ 2 ചാവി അതിനകത്തായി. പിന്നെ ചിത്രാഞ്ജലി യൂണിറ്റിൽ എല്ലാവരും കയറി കാറിൻ്റെ അടിക്കോടെ സ്ക്രൂ ഒക്കെ ഇട്ട് കൊടക്കമ്പിയൊക്കെ വെച്ച് ഡോറ് തുറന്ന് റൂമിൻ്റെ താക്കോലെടുത്തു, വണ്ടിയുടെ താക്കോലെടുത്ത് വണ്ടി ക്ലോസ് ചെയ്തു, നേരെ ചെന്നു റൂമിലേക്ക് കയറിയ ഇടരുത് എന്ന് പറഞ്ഞ സ്വിച്ച് ആവും പോയിട്ട് ഇട്ടു. വേറൊരു അനക്കുമില്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഒരു രാത്രി മുഴുവൻ പേടിച്ച് വരച്ച് അങ്ങനെ പറമ്പിക്കുളം കാടിനകത്ത് ഞാൻ താമസിച്ചു. ആന എപ്പോഴും ഇറങ്ങണ സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക സുഖമുള്ളൊരു പടമായിട്ട് എനിക്ക് തോന്നി. ആ പടത്തിൻ്റെ പ്രത്യേകത ഞാൻ ഒറ്റയ്ക്കാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളൂ. പാട്ടും എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൽ അഭിനയിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു കുട്ടിയാനുണ്ട്. ആ കുട്ടിയാനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തമാശക്ക് പറഞ്ഞിട്ടുണ്ടായാലും ഒരു സ്നേഹമുള്ള മനുഷ്യനാണ്. ആളുടെ പേര് ജയചന്ദ്രൻ എന്നാണ്. വീട് പറഞ്ഞോളൂ. തിരുവനന്തപുരം. വീട് ചെമ്പഴന്തിയിലാണ്. ചെമ്പഴന്തിയിലാണ്. ആ പടത്തിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നു അല്ലേ? ഗാർഡിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നു. നമ്മൾ തമ്മിൽ ശരിക്കും എത്ര പടം വർക്ക് ചെയ്തിട്ടുണ്ട്? എന്തായാലും ഒരു 20 പടം അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗാർഡിനെ കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. ഗാർഡിന് ആ മാഞ്ചള്ള് കൊള്ളതിൻ്റെ പ്രയാസം ഇന്നും തീർന്നിട്ടില്ല. ശരീരം ഫുള്ള് കടിച്ചില്ലാതെയായി. മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ ഇട്ടാണ് തേച്ച് ഫുള്ളായിട്ട് തേച്ചിട്ട് എന്നിട്ട് നമുക്ക് ഉറക്കാൻ പറ്റത്തില്ല. ചൊറിഞ്ഞ് ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടർ മരുന്നിന് വരുമ്പോൾ നഖം വളർത്തിയാൽ മതി, നഖം വളർത്തിയാൽ മാത്രം മതി. വേറെ മരുന്ന് കഴിക്കണ്ട, ഈ മരുന്ന് അസുഖം മാറാനായിട്ട് നഖം വളർത്തിയാൽ മതി ജയചന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അന്ന് ഒരു പ്രത്യേകത, ആ കാടിനൊരു മാഞ്ചള്ളുണ്ട്. അപ്പോൾ ഈ മാഞ്ചള്ളി ഈ രോമത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. ക്യാമറമാനൊക്കെ ക്യാമറ ചാറ്റ് ചെയ്യണത് ഓക്കെ മാന്തിയിട്ടൊക്കെ ആയിരുന്നല്ലേ. വെണ്ണീർ ഇത് കടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉണങ്ങൂല. അല്ല, നമ്മളിത് മണ്ണെണ്ണയൊക്കെ പരറ്റിയിട്ടാണ് സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ നടന്മാരൊക്കെ എല്ലാവരും പെർഫ്യൂം അടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്ന വരാറ്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, മണ്ണെണ്ണ അടിച്ചിട്ടാണ് അഭിനയിക്കാൻ വന്നിരുന്നത്. മണ്ണെണ്ണയ്ക്ക് മാത്രമേ ഇതിനെ നമുക്ക് കടിക്കാതിരിക്കാൻ, എന്നെ മാത്രമേ കടിക്കാത്തുള്ളൂ. അത് മാഞ്ചള്ളിന് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ് അല്ലേ, അതുകൊണ്ടായിരിക്കും കടിക്കാതിരുന്നത്. പക്ഷെ എനിക്ക് ആ പടത്തിൽ ഒരുപാട് പാട്ടുകളും നല്ല പാട്ടുകളുണ്ടായിരുന്നു. അതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട കുരങ്ങുമായിട്ട് അത് ചേട്ടന്റെ ഓരോരോ കുരങ്ങള് കാണിക്കുന്ന ആക്ഷൻസ് എനിക്ക് ഇന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് കുരങ്ങള് കാണിക്കുന്ന കുറെ ആക്ഷൻസ് ഉണ്ട് എന്നെ കുരങ്ങിന്റെ പോലെ തന്നെ ഞാൻ അന്ന് മണിച്ചേട്ടൻ വളരെയധികം കഷ്ടപ്പെട്ടു ആ പടത്തിന് വേണ്ടി. ഇന്നാരും കഷ്ടപ്പെടത്തില്ല അങ്ങനെ. അതിനകത്ത് ഒരുപാട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നും ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന ഒരു രംഗം. പിന്നെ ഈ കാടിന്റെ ഉള്ളിൽ തന്നെയാണ് ഫുള്ളായിട്ട്. ഞങ്ങള് പുലിയെ വരെ കണ്ടു. ഒരു മരച്ചില്ലയില് ചെന്ന് നോക്കുമ്പോ ഒരു പുലി അതിന്റെ മുകളിൽ ഇരുന്നിട്ട് പുലി പടത്തിന്റെ പേര് വരെ ചോദിച്ചു. ഏതാ പടത്തിന്റെ പേര് വെച്ച് ക്യാമറ ഒക്കെ ഇട്ടിട്ട് ഓടി. എന്റെ കാറ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവാ, നമ്മളും പാസ് ചെയ്തു, മൂത്രം പാസ് ചെയ്തു. അതുവരെ കണ്ട് പേടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വണ്ടിയൊക്കെ സോപ്പും പെട്ടി തിരിച്ച മാതിരി അവിടെ നിന്ന് പോകുന്നുള്ള. പക്ഷെ എന്തായാലും ആ പടത്തിലെ ഹക്കീമാണ് ഡയറക്ടർ, അതിന് സാലു സാറ് ക്യാമറ. അതിനകത്ത് ജയേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജയചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ആ കുരങ്ങനെ പറ്റിയൊരു പാട്ട് പാടേണ്ടതാണ്. തന തിന താന തിന്തിമി തിമി തപ്പടിക്കുമ്പോ തിരിഞ്ഞും മറിഞ്ഞു കാരണം കുത്തണ കുരങ്ങും കുട്ടാപ്പി.